കൂട്ടുകാരെ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വന്നതാണ്. ഒരുപാട് പേര് ഈ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നത് കണ്ടു. ആൻസറുകളും ഞാൻ കണ്ടു. പക്ഷേ അതിലൊന്നിലും ആർക്കും പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരൊറ്റ വീഡിയോ കൊണ്ട് അത് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എനിക്ക് തോന്നി എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു. പക്ഷേ അതിലും നല്ലത് വീഡിയോ ആയിട്ട് ചെയ്താൽ ഒരുപാട് പേർക്കത് ഉപകാരപ്പെടും. പറയാൻ കാരണം ഞാനും ഇതുപോലെ മോണിറ്റൈസേഷൻ്റെ സമയത്ത് ഒരുപാട് ഞാനിങ്ങനെ ടെൻഷനായി എന്താ ചെയ്യേണ്ടത് നമുക്കൊന്നും അറിയില്ല. ഇതിലുള്ള ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യം ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ മലയാളികളാണ് അധികവും. അപ്പോൾ ഇംഗ്ലീഷിലായതുകൊണ്ട് കുറേ പേർക്കൊന്നും അത് മനസ്സിലാവില്ല, ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത് മനസ്സിലായാൽ തന്നെ അത് എങ്ങനെ ചെയ്യണം, എന്തിൽ ക്ലിക്ക് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ പ്രശ്നം. പിന്നെ ഇത് ചെയ്ത് തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് വേറൊരു ടീച്ചർ, ആ ടീച്ചർ എന്നെക്കാളും ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള, അപ്പോൾ ആ ടീച്ചറോട് ഞാൻ ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞു എങ്ങനെയോ ആരോ പറഞ്ഞിട്ട് ഒരാൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചർ അങ്ങനെ പൈസ കൊടുത്തു അതിന് വേണ്ടി ചെയ്തു. പക്ഷേ ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചെങ്കിലും എന്തോ ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. അപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ട് അപ്പോൾ ടീച്ചറിൻ്റെ വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം മോണിറ്റൈസേഷൻ കിട്ടി ഇൻകം വന്നു തുടങ്ങി. ടീച്ചറിൻ്റെത് ഇൻകം കിട്ടി തുടങ്ങിയെങ്കിലും അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവർക്കും ഒരേപോലെ അല്ല പൈസ വരുന്നത്. ഇപ്പം എനിക്ക് തന്നെ വരുന്നത് ഞാൻ പറയാം, എനിക്ക് ഇപ്പം കിട്ടുന്നത് ഈ പ്രസൻറ്റ് സമയത്ത് എനിക്ക് കിട്ടുന്ന ഏതൊക്കെ രീതിയിലാണെന്നറിയോ? 7 തരത്തിൽ ഉണ്ട് എനിക്ക് ഇൻകം വേണമെങ്കിൽ വരാം. പക്ഷെ അതിൽ 7ലും എനിക്ക് കിട്ടുന്നില്ല. അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം. അത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം എൻ്റെ ഞാൻ പറയാം, അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അറിയാൻ പറ്റും. എൻ്റെ ഇതിൽ അതായത് നമ്മൾ മോണിറ്റൈസേഷൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ ഇതിൽ ഫസ്റ്റ് കിടക്കുന്നത് സ്റ്റാർ. അത് വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി പൈസ കൊടുത്തിട്ടാൽ അത് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഞാൻ എൻ്റെ പൈസ തന്നെ കൊടുത്തിട്ടിട്ട് മേടിക്കുക ചെയ്ത് അത് വെറുതെ ഒരു ഇതിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ ആഡ്സ് ഓൺ റീൽസ്, അത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ റീൽ ചെയ്യുന്നതിന്. ഇത് ഇപ്പോൾ ഒന്നും അല്ല, അത് ഇപ്പോഴായിട്ട് കിട്ടുന്നത്. എനിക്കിപ്പോൾ പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക് ശരിക്കും വിശദമായിട്ട് എനിക്ക് അറിയുന്ന പോലെ പറയാം. പിന്നെ വരുന്നത് ബോണസായിട്ട് നമുക്ക് ഇൻകം തരും. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടും ഏറ്റവും ലാസ്റ്റും കിട്ടുന്ന ഏറ്റവും ടഫായിട്ടുള്ള പരിപാടിയാണ് ഇൻസ്ട്രീം ആർട്സ്. അത് കിട്ടാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം. പിന്നെയുള്ളത് സബ്സ്ക്രിപ്ഷൻസ്. ഇതുവരെയായിട്ട് സബ്സ്ക്രിപ്ഷൻസ് ഞാൻ എടുത്തിട്ടില്ല. അതും പേയ്മെൻറ്റ് ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ കണ്ടൻറ് മോണിറ്റൈസേഷൻ, 6ാമത്തെ സംഭവം കണ്ടൻറ് മോണിറ്റൈസേഷൻ. പിന്നെയുള്ളത് കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന കണ്ടൻറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ഇൻകം തരും. പിന്നെ പാർട്ട്ണർഷിപ്പ് ആഡ്സ്, അതായത് പാർട്ട്ണർഷിപ്പിന് വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ കൂടിയിട്ട് ആഡ് കൊടുക്കുക എന്നുള്ളത്. അതും എനിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സത്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പം അത് രീതി മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിരുന്നത് ഈ ആഡ്സ് ഓൺ റീൽസും ബോണസും ഇൻസ്ട്രീം ആർട്സും കൂടി ഇപ്പോൾ ഒരൊറ്റ ഹെഡിൽ വരുന്നുണ്ട്, കണ്ടൻറ് മോണിറ്റൈസേഷൻ. അത് അടിച്ചു നോക്കിയാൽ മാത്രമേ ഇപ്പം നമുക്ക് വരുമാനം അറിയാൻ പറ്റുന്നുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ആദ്യമൊക്കെ കിട്ടിയിരുന്നത് ആഡ്സ് ഓൺ റീൽസ് ഇത്ര, ബോണസ് ഇത്ര, ഇൻസ്ട്രീം ആർട്സ് ഇത്ര എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തരുമായിരുന്നു. ഇപ്പം അതിന് പകരം ഇതെല്ലാം കൂടി കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഹെഡാണ്. അതിൻ്റെ താഴെ ഓരോന്ന് ഇതിന് ആഡ്സ് ഓൺ റീൽസ് ഇത്ര കിട്ടി, ബോണസ് ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബോണസ് ഇല്ല, നിർത്തലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഫോളോവേഴ്സിനെയാണല്ലോ. അപ്പോൾ മിനിമം 5000 ഫോളോവേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കും 5000 ഫോളോവേഴ്സ് ആയാൽ നമുക്ക് ഉടനെ കിട്ടിത്തുടങ്ങും. ഒരിക്കലുമില്ല. 5000 ആയി ഇപ്പോൾ 10,000 ആയാലും എനിക്ക് 10,000 ഒക്കെ കഴിഞ്ഞിട്ടും എന്നിട്ടും കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ കിട്ടാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്തു. ഞാൻ തന്നെത്താനെ കുത്തിയിരുന്ന് നോക്കി ഓരോന്ന് ചെയ്താണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം 5000 ഫോളോവേഴ്സ് ആക്കാൻ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇപ്പം നമ്മൾ ഇടുന്ന ഏതെങ്കിലും ഒരു റീല് റീച്ചായാൽ മതി, നമുക്ക് ഫോളോവേഴ്സ് ആവും, കയറി അങ്ങ് പോകും. എനിക്ക് അങ്ങനെ 1-2 ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ കയറിപ്പോകുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫോളോവേഴ്സ് ആയത്. അപ്പം നമ്മൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കണം. നമ്മുടെ സാധാരണയുള്ള പേജ് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയാൽ മാത്രമാണ് നമ്മളുടെ ആ പേജ് അതിന് റെഡി ആവുള്ളൂ. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ പലരും എന്നോട് പേഴ്സണലായിട്ട് എന്നെ ഫോളോ ചെയ്യൂ ഞാൻ തിരിച്ച് ചെയ്യാം, എന്നെ ഫോളോ ചെയ്യൂ ഞാൻ തിരിച്ച് ചെയ്യാം എന്ന് പറയുന്നതേ കേട്ടു. അപ്പോൾ ആദ്യം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഫോളോവേഴ്സ്
ആവാത്തവർക്ക് ഫോളോവേഴ്സ് ആവാൻ വേണ്ടി നമുക്ക് ഫേസ്ബുക്ക് തന്നെ ഓപ്ഷൻ തരും. അതെങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോഴത്തെ എന്നറിയാൻ പറ്റും. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റിൽ ടിക്ക് ഇട്ടാൽ നമ്മൾ മോണിറ്റൈസേഷൻ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല ചുമപ്പാണ് കിടക്കണമെങ്കിൽ നമുക്ക് ആയിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഫോളോവേഴ്സിനെ വിളിക്കേണ്ടത് എന്ന് ഞാനൊരു ഇത് പറഞ്ഞുതരാം. നമ്മുടെ ഹോമിൽ പോവാം, പ്രൊഫഷണൽ മോഡ് എടുത്തിട്ട് ഹോം കാണും, കുറേ ഹെഡിങ്ങൾ കാണും, ഇൻസൈറ്റ്സ്, ഹോം, പിന്നെന്താ പറയുക മറ്റ് മോണിറ്റൈസേഷൻ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണും. നമ്മുടെ ഹോമിൽ പോവാം. അവിടെ പോകുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് സീ ആൾ അങ്ങനെ ഒരെണ്ണം വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവൈറ്റ്, അപ്പോൾ കുറേ ഹെഡിങ്ങൾ വരും കേട്ടോ. അതിൽ കുറേ ഹെഡിങ്ങൾ ഇങ്ങനെ വരും, അത് വായിച്ച് നോക്കണം. ഇൻവൈറ്റ് പീപ്പിൾ ഹൂ റിയാക്റ്റഡ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. അതായത് നമ്മളിട്ട പോസ്റ്റുകൾക്ക് റിയാക്ട് ചെയ്ത കുറേ ആളുകളുണ്ട്, അവരെ നമ്മൾ ക്ഷണിക്കാൻ. മനസ്സിലായോ? അതാണ് ഫേസ്ബുക്ക് നമുക്ക് തരുന്നത്. അത് 3 എണ്ണം, 1, 2, 3 എണ്ണത്തിൽ ഇങ്ങനെ വരും, 3 ഇതായിട്ട് വരും. ആകെ 3 പോസ്റ്റുകൾ വരും. ഇപ്പം ചിലപ്പോൾ ഒരു പോസ്റ്റ് 25, പിന്നെ അടുത്ത പോസ്റ്റ് ചിലപ്പോൾ 20, ചിലപ്പോൾ അടുത്ത പോസ്റ്റിൽ 4, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിലെല്ലാത്തിലും നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഫേസ്ബുക്ക് തന്നെ അവരെ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് ഇടും. അല്ലാതെ നമ്മളിങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചൊന്നും നമുക്ക് ഫോളോവേഴ്സിന് കിട്ടാൻ പോകുന്നില്ല. ഇതാവുമ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് വേണ്ടി ഫോളോവേഴ്സിനെ തരും. അത് കഴിഞ്ഞിട്ട് അതെല്ലാവർക്കും ഓപ്ഷൻ വരുമെന്ന് എനിക്കറിയില്ല, അതങ്ങനെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. എന്താ വെച്ചാൽ ഞാൻ അന്ന് ചെയ്ത് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ മെയിനായിട്ടുള്ള സംഭവം തന്നെയാണ്. അവരെ ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ അവർ നമ്മളെ വെറുതെ ഫോളോയിൽ അവർ ക്ലിക്ക് ചെയ്യും, നമ്മൾ അവർ ഫോളോ ചെയ്യാൻ അങ്ങനെ കൂടിക്കൂടി. അപ്പോൾ ഇപ്പൊക്കെ എനിക്ക് വരുന്നത് ഇൻവൈറ്റ് യുവർ ഫോളോവേഴ്സ് എന്നുള്ളതിൽ 2 പേര് 3 പേരൊക്കെയാണ്. ചിലത് നമ്മുടെ റീച്ച് ആയിട്ടുള്ള ചില പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 50 പേരെ, ചിലപ്പോൾ 75 പേരെയൊക്കെ ഒറ്റയ്ക്ക് ഇൻവൈറ്റ് ചെയ്ത് എൻ്റെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് വേഗം കയറും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോവേഴ്സിനെ കയറ്റുക എന്നുള്ളതാണ്. ഫോളോവേഴ്സിനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 5000 ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എന്നൊന്നും പറഞ്ഞ് വരില്ല. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം എനിക്ക് കിട്ടിയ ഇൻകം ഏതിലായിരുന്നു എന്നറിയോ? ബോണസ് എന്നുള്ള ഹെഡിലാണ് എനിക്ക് ആദ്യം. അതായത് പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഒരു പോസ്റ്റോ 2 പോസ്റ്റോ ഇട്ടിട്ട് കാര്യമില്ല. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, റീലിഡ്, പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മുടേത് മാത്രമായിട്ടുള്ള നമ്മുടെ ഒരു ഫോട്ടോ, നമ്മുടെ എന്തെങ്കിലും ഒരു കോട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഒരു വീഡിയോ ഇടുക, അതിനെക്കുറിച്ച് നമ്മൾ തന്നെ സംസാരിച്ചിടുക. അങ്ങനെ ചെയ്യാനായിട്ട് നോക്കണം. മെയിൻ സംഭവം അതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത മെയിനായിട്ടുള്ള പോയിന്റ്, ഏറ്റവും വലിയ പോയിന്റ് അതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, FB തുറന്നാൽ വിജയമുള്ളൂ കാണാനുള്ളൂ, അങ്ങനെ ആ രീതിയിൽ നമ്മളെ വളരെ പുച്ഛിച്ച് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കെന്താ. ഫേസ്ബുക്ക് നമ്മളോട് ചോദിച്ചുകൊണ്ട് ഇരിക്കും, റീലിട്, അത് ചെയ്, ഇത് ചെയ്, സ്റ്റോറി ഇട്. ഇപ്പോൾ എനിക്ക് സ്റ്റോറിക്ക് പോലും ചെറിയ രീതിയിൽ ഇൻകം കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റോറി ഇടുന്നില്ലേ, അതിന്. അപ്പോൾ ശരിക്കും നമ്മൾ നന്നായിട്ട് ഈ ഫേസ്ബുക്കിൽ പ്രവർത്തിച്ചാൽ പൈസ കിട്ടുന്നില്ല, ഒരു സംശയമില്ല. ഞാൻ അനുഭവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കേൾക്കരുത്, നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം എപ്പോഴും. നമ്മുടെ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ അനുസരിച്ചാണ് അവർ നമ്മളെ എങ്ങനെയുള്ളൊരു ആളാണെന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ബോണസൊക്കെ തരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഒരുപാട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടിത്തുടങ്ങിയത് ബോണസാണ്. അപ്പോൾ ആ ടീച്ചറെ എനിക്ക് കിട്ടിത്തുടങ്ങിയ സംഭവം ആ ടീച്ചറിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ടീച്ചറെ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. എന്നാലും അവർ നമുക്ക് വേണ്ടി കുത്തിയിരുന്ന് ചെയ്യുന്നില്ല. അവർ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതായത് കുത്തിയിരുന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് മോണിറ്റൈസേഷൻ ആയാൽ കൂടി ഇപ്പം ഒരു കുട്ടി എന്തോ പറഞ്ഞു, അതിന് എന്തോ $2 എങ്ങാനും കിട്ടിയിട്ട് അത് തിരിച്ചു പോയത്. അങ്ങനെയൊക്കെ എൻ്റെയൊക്കെ കുറേ പോയിട്ട് $22, $30. അതായത് നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ $100 ആയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതൊന്നും നമുക്ക് കിട്ടുകയില്ല, അതൊന്നും ഒരിക്കലും കിട്ടില്ല കേട്ടോ. ആദ്യമൊന്നും കിട്ടില്ല. അത് വെറുതെ ഫേസ്ബുക്ക് നമുക്കിങ്ങനെ ഓരോ ഓപ്ഷൻ തരുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെ ഓരോന്നേ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് കിട്ടിയതൊന്നും ആ ടീച്ചറിന് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് പോലും ആ ടീച്ചറിന് എൻ്റെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ആഡ്സ് ഓൺ റീൽസ് ഉണ്ട്. ഒരു പ്രശ്നം നമുക്ക് ആർക്കും അറിയാത്ത എന്താണെന്ന് പറയുന്നത്, നമ്മൾ തന്നെ കുത്തിയിരുന്ന് മണിക്കൂറുകൾ വേണ്ടി വരും. അതായത് നമ്മൾ ആദ്യമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ഫേസ്ബുക്കിനൊരു നല്ല പാട്ടയിലാണ് ഇട്ട് കൊടുക്കും അല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള വീഡിയോസ് മുഴുവൻ എടുത്തിട്ട്
ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ആഡ്സ് ഓൺ ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ള ആ ഓപ്ഷൻ ശരിയാവുള്ളൂ. എനിക്ക് ആദ്യം കിട്ടിയത് ബോണസാണ്. രണ്ടാമത് കിട്ടിയത് റീൽസിലാണ് പിന്നെ എനിക്ക് കിട്ടി തുടങ്ങിയത്. അതിനുശേഷം ഈ മൂന്നെണ്ണമാണ് മെയിൻ. നമ്മളൊക്കെ ചെയ്യണ സമയത്ത് ഈ മൂന്നെണ്ണമാണ് മെയിൻ. ആഡ്സ് ഓൺ സ്റ്റാർസ്, ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, ഈ 3 ഹെഡാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ചൊക്കെ ആയിരിക്കും ഓരോ ഓപ്ഷൻ, പാർട്ട്ണർഷിപ്പ് ആഡ്സും അതുപോലെ അതൊക്കെ വരുന്നത്. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ സ്വയം പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ 5,000 ആണെങ്കിലും അത് നമ്മൾ എഫിഷ്യൻ്റായി, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഈ 5,000 മാത്രം ഒന്നും അല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് നോക്കൂ. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് കമൻറ്റിലൂടെ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത്, അപ്പോൾ ഇപ്പോൾ ഒന്ന് മനസ്സിലായല്ലോ, ഈ ഫോളോവേഴ്സിനെ വിളിക്കുന്ന കാര്യവും അതുപോലെ തന്നെ എങ്ങനെയാണിത് നോക്കണ്ടേന്നുള്ളത് മനസ്സിലായില്ലേ? ഫോളോവേഴ്സിനെ വിളിക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഹോമിൽ പോവുക, മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ഥിതി എന്താണെന്നുള്ളത്. ഹോമിൽ പോവുക, അതിൽ നെക്സ്റ്റ് സ്റ്റെപ്സിലേക്ക് പോവുക, അവിടെ നിന്ന് സീ ആളിലേക്ക് പോവുക, അവിടെ നിന്ന് ഇൻവൈറ്റ് പീപ്പിൾ ഹൂ റിയാക്റ്റഡ് എന്ന് പറയും. അതിൻ്റെ താഴെ തന്നെ വേറൊരു ഹെഡ് കാണും, റെസ്പോണ്ട് ടു കമൻസ്. അതായത് ആൾക്കാർ നമ്മുടെ ഫോളോവേഴ്സ് നമുക്കിടുന്ന കമൻസിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, നമ്മൾ മറുപടി കൊടുത്തിരിക്കണം. അതൊക്കെ നമ്മുടെ പ്ലസ് പോയിൻ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി എൻ്റെ കുറച്ച് അറിവുകൾ അടുത്തതിൽ തരാം. ഇപ്പം തന്നെ കുറച്ച് സമയം കൂടുതലായി. പിന്നെ അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിതൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഞാൻ ഈ പറഞ്ഞതിലുണ്ടോ എന്ന് നോക്കിയാൽ ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്ക് അത്ര എക്സ്പേർട്ടൊന്നുമല്ല. ചിലർ കാണിക്കുന്ന പോലെ ഇതിനകത്ത് വന്ന് കാണിക്കാനോ അല്ലെങ്കിൽ പൈസ തന്നാൽ ചെയ്തു തരാം, ഞാൻ അതിനൊന്നും ആളല്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ച ആ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാം. പലരും ഇങ്ങനെ ചോദിക്കുന്ന കണ്ടതുകൊണ്ടാണ്. എന്നോട് പേഴ്സണലായിട്ട് പലരും ചോദിച്ചു, എനിക്ക് എന്നെ ഫോളോവർ ആക്കുമോ. നമ്മൾ അങ്ങനെ ഓരോരുത്തരോട് എത്ര പേരോട് ചോദിച്ച് മേടിക്കും? ഇതിന് എല്ലാത്തിനും നമുക്ക് ഫേസ്ബുക്ക് തന്നെ ഓപ്ഷൻ തരും. നമുക്ക് പാട്ടിട്ട് തരും, ഇതില്ലാത്ത റോയൽറ്റി ഫ്രീ എന്നും പറഞ്ഞുള്ള പാട്ട് നമുക്ക് ഫേസ്ബുക്ക് തന്നെ ഇട്ട് തരും. അതിനൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ഇട്ട് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം.